التمسك بالأثر نجاه. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹലഫ ബിഗൈരില്ല, ആരാണോ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത്, അതിൻ്റെ വിധി എന്താ, ബാക്കി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഖദ് കഫറ ഔ അഷ്റക, അവൻ ഒന്നുകിൽ കുഫർ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഷിർക്ക് പ്രവർത്തിച്ചു. ഷിർക്കോ കുഫറോ ആണ്. രണ്ടാണെങ്കിലും ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഷിർക്കാണെങ്കിലും കുഫറാണെങ്കിലും ദീനിൽ നിന്ന് പുറത്തെന്ന് വെച്ചാൽ ഒരാളെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യമാണെന്ത്? കുഫറും ഷിർക്കും. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് അത് ഒരാളെ ദീനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന കാര്യമാണ്, മുസ്ലിം അല്ലാതാക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നേർക്ക് നേരെ എല്ലാ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവരും മുസ്ലിം അല്ലാതാകും എന്നതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശദീകരിച്ച് പണ്ഡിതന്മാർ അത് വ്യക്തമാക്കിയത്, അള്ളാഹുവിനോളം സ്ഥാനം മനസ്സിൽ ഒരാൾക്ക് നിശ്ചയിച്ചിട്ടാണ് അയാളെ പേരിൽ സത്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ വലുതാണ് എന്ന രൂപത്തിലാണ് മനസ്സിൽ വിശ്വസിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സത്യം ചെയ്യാൻ ഉപയോഗിക്കുക. സത്യം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും അധികം ആദരവുള്ള, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യത്തെ കൊണ്ടാണ് നമ്മൾ സത്യം ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോളം അതേ സ്ഥാനം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതെങ്കിൽ അത് ഈ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സത്യം ചെയ്യൽ തന്നെയാണ്. അവൻ പിന്നെന്തല്ല, മുസ്ലിമായി നിലനിൽക്കൂല. എന്നാൽ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ അത്രയൊന്നും സ്ഥാനമില്ല, അള്ളാഹുവിന് തന്നെയാണ് അവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്ഥാനം, ബാക്കി എല്ലാത്തിനും അതിനേക്കാൾ സ്ഥാനം കുറവ് തന്നെയാണ്. പക്ഷേ അവൻ എന്ത് ചെയ്യാണ്? അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യണം. അത് പണ്ഡിതന്മാർ പറയുന്നത് ചെറിയ ഷിർക്കാണ് അല്ലെങ്കിൽ ചെറിയ കുഫറാണ്. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ചെറിയ ഷിർക്ക്, ചെറിയ കുഫർ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമാണ്, നിസ്സാരമായ തിന്മയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ കുഫർ എന്ന് പറയുന്നത് ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ആ ഒരു വേർതിരിവിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അതല്ലാതെ ആ തിന്മ വളരെ നിസ്സാരമാണെന്ന് ഒരിക്കലും അതിനർത്ഥമില്ല. ഷിർക്ക് അല്ലെങ്കിൽ കുഫർ അത് വലുത് കൊണ്ടൊരാൾ എന്ത് ചെയ്യും, ദീനിൽ തന്നെ പുറത്തു പോകും. പക്ഷെ ചെറുത് അതങ്ങേയറ്റം അപകടം പിടിച്ച വലിയ വൻപാപങ്ങൾപ്പെട്ട തിന്മയാണ്. അതേപോലെ തന്നെ ഷിർക്കും, വലിയ ഷിർക്കാണെങ്കിൽ ഒരാൾ ദീനിൽ തന്നെ പുറത്തു പോകും. എന്നാൽ ചെറിയ ഷിർക്കാണെങ്കിൽ അത് ഇതേപോലെ ദീനിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷേ വലിയ വൻപാപങ്ങൾപ്പെട്ടൊരു തിന്മയായി അത് കണക്കാക്കപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൊരു വാക്കാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറയില്ല, അൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി വ അന സാദിഖ്. അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം ഞാൻ, പക്ഷെ ആ പറയുന്ന കാര്യം കളവാണ്. അതാണ് എനിക്ക് എന്തിനേക്കാൾ ഇഷ്ടം, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയും ആ പറയുന്ന കാര്യം സത്യമാവുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തൊരു നുണ പറയാനാണ്. ശ്രദ്ധിക്കണേ, സത്യം ചെയ്ത് നുണ പറയുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. കള്ള സത്യം ചെയ്യുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട തിന്മയാണ്, വളരെ അപകടം പിടിച്ച തിന്മയാണ്. പക്ഷേ അതാണ് എന്തിനേക്കാൾ മികച്ചത്, എന്തിനേക്കാൾ ശ്രേഷ്ഠമായത്?
ഒരാൾ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തിട്ട് ഉള്ള സത്യം മാത്രം പറയുന്നത്, പക്ഷെ ആ സത്യം ചെയ്യുമ്പോൾ അവൻ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അള്ളാഹുവിനല്ല, മറ്റു പലതിനെയും വെച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്. അല്ലേ? നമ്മുടെ നാട്ടിൽ വ്യാപകമാണ് ഒരുപാട് കാര്യങ്ങൾ. വാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, പലതിനെയും എന്തിനൊക്കെ കിട്ടുന്നോ, എന്തിനൊക്കെ മനസ്സിൽ വലിയ സ്ഥാനം കൊടുത്ത് കൊണ്ട് നടക്കുന്നു, അതിനൊക്കെ വിളിച്ച് സത്യം ചെയ്യാറുണ്ട്. അങ്ങനെ സത്യം ചെയ്ത് പറയുന്നതിന് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഗൗരവം എന്ന് വെച്ചാൽ കള്ളസത്യം ചെയ്യുന്നതിനേക്കാൾ അപകടമാണ്. കള്ളസത്യം, പക്ഷെ സത്യം ചെയ്ത് കള്ളം പറയുന്നതിനേക്കാൾ അപകടമാണെന്ത്? അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തിട്ട് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അദ്ദേഹം? കാരണം കള്ളസത്യം ചെയ്യുന്നത് ഒരിക്കലും ചെറിയ ശിർക്കിലേക്ക് എത്തൂല, അത് വൻപാപത്തിൻ്റെ കാറ്റഗറിയിലാണ് പെടാം. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത് അത് ചെറിയ ശിർക്കിൻ്റെ കാറ്റഗറിയിലേക്ക് പെടും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗുണപാഠം. വൻപാപങ്ങളെക്കാൾ അപകടം പിടിച്ച കാര്യമാണെന്ത്, അല്ലെങ്കിൽ വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള, ഏറ്റവും അധികം പേടിക്കേണ്ട, ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഗൗരവം കൊടുക്കേണ്ട കാര്യമാണ് ചെറിയ ശിർക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ ചെറിയ കുഫർ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അപകടം പിടിച്ച വൻപാപങ്ങളാണെന്ത്? ചെറിയ ശിർക്കും ചെറിയ കുഫറും. ഇതെന്തിനാണ് ഇത്രയും വിശദീകരിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ തെറ്റിദ്ധാരണ അവർക്കുണ്ട്. ചെറിയ ശിർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ നിസ്സാരമായ വിഷയമാണ്, ചെറിയ കുഫർ എന്ന് പറയുമ്പോൾ ചെറിയ നിസ്സാരമായ വിഷയമാണ്. ഒരിക്കലല്ല. ഏറ്റവും വലിയ വൻപാപങ്ങളെ അതിൽ തന്നെ ഏറ്റവും ഗൗരവപ്പെട്ടതാണെന്ത്? ഈ ചെറിയ ശിർക്കും ചെറിയ കുഫറും. പിന്നെ വലിയ ശിർക്കും വലിയ കുഫറും വന്നാൽ ദീന് തന്നെ പുറത്തുപോയി, അവൻ പിന്നെ മുസ്ലിമേ അല്ലാതായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള സത്യം നമ്മുടെ നാവിൽ അറിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഹലഫ ഫഖാല ഫീ ഹലിഫിഹി വല്ലാത്തി വൽ ഉസ്സ ഫല്യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാത്ത ഉസ്സയൊക്കെ പണ്ട് ആരാധിച്ചിരുന്ന മുശ്രിക്കുകളോട് അവർ മുസ്ലിമായി മാറി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് കാലം ശീലിച്ച ആ ശീലം പെട്ടെന്ന് അറിയാതെ നാവിൽ വരും, ഉദ്ദേശിക്കാതെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് പറയട്ടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയട്ടെ. അതതിന് പ്രായശ്ചിത്തമാണ്, അത് അതിനുള്ള പ്രായശ്ചിത്തമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഏറ്റവും അധികം സ്ഥാനം ഉണ്ടായിരിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമാണ്. ബാക്കിയൊക്കെ അതിന് താഴെയാണ്. ബാക്കി എല്ലാ സൃഷ്ടികളും, ബാക്കി എല്ലാ കാര്യങ്ങളും, എന്തും ഒക്കെ അതിനോളം ശ്രേഷ്ഠതയോ മഹത്വമോ സ്ഥാനമോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക.